ഹലോ ഗായ്സ്, ഇന്ന് ഞായറാഴ്ച ആയിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ലീവ്. പക്ഷെ എനിക്ക് ലീവില്ല. ഞാനന്ന് പാചകം ഉണ്ടാകുന്ന പാചകത്തിൽ ചിക്കൻ ഇല്ലാത്ത ഒരു ബിരിയാണി, അതായത് നമ്മുടെ നാട്ടിലെ കുസ്ക എന്ന് പറയും. കുസ്ക അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ ഇന്നലെ യൂട്യൂബ് കണ്ടിട്ട് നോക്കിയാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും കലിപ്പുണ്ടെങ്കിൽ ഇത് കണ്ട് ഉണ്ടാക്കാണ്ട് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഒരിക്കലും ഉണ്ടാക്കാൻ പോയില്ല. നിങ്ങളുടെ ഇഷ്ടം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഇന്നലെ യൂട്യൂബ് കണ്ടിട്ട് ഞാൻ ചെയ്തു തരും. എന്തൊക്കെ ആവശ്യമുണ്ടെന്നാ എന്തൊക്കെ ആവശ്യമെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്ത് യൂട്യൂബ് കണ്ടിട്ട് ഞാൻ മാറ്റി തരുന്നത് എത്ര സാധനങ്ങൾ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിഷ്ണു ശ്രീദൂസ് ആണ് നമ്മുടെ ചാനൽ പേര്. സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഇത്രയും സാധനം നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതിലില്ലാത്ത സാധനമുണ്ട്. വെളുത്തുള്ളി ഉണ്ട്. പിന്നെ എന്തായാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയും. പിന്നെ പുസ്ക തുടങ്ങി. പിന്നെ ഒരാളെ മാത്രം പണിയെടുക്കുക അത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പിന്നെ എൻ്റെ ഭാര്യനെ സവാല എടുക്കാൻ വിട്ടു. എളുപ്പ പണിയാവുള്ളൂ, സവാലിൻ്റെ അറിയാവുള്ളൂ, വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ബിരിയാണി കാണാം. എൻ്റെ വൈഫ് സവാല അരിക്കാൻ കൊടുത്ത് അരി കഴിവിട്ട് ഒരു 20 മിനിറ്റ് വെള്ളത്തിട്ടില്ല. ഞാൻ ബാക്കിയുടെ കാര്യം അതിനോട് ചെയ്യും. നമ്മൾ ബിരിയാണി അരി വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഈ ചെറിയ അരി ബിരിയാണി കൈമ റൈസ് എന്ന് പറയും. നല്ല നല്ല സെറ്റ് അരിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് വലിയ അരിയാൻ കാട്ടിയും വലിയ ബിരിയാണി അരിയാൻ കാട്ടിയും എനിക്ക് ചെറിയ അരിയാണ് ഭയങ്കര ഇഷ്ടം. നല്ല സെറ്റാണ്. കൈമ റൈസ് എന്ന് പറയും. ജീരകശാല റൈസാണ് എന്തൊക്കെ പറയും. ജീരകശാല റൈസ് എന്ന് പറയും. കൈമ റൈസ് എന്ന് പറഞ്ഞാൽ എല്ലാ കടയിലും കിട്ടും. നമ്മൾ എല്ലാ സാധനം മസാലയൊക്കെ അടിപൊളിയായിട്ട് അരച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇത്രയേ ഉള്ളൂ സംഭവം. തീർന്നു. പിന്നെ നമ്മൾ സോയ സോസ് ഒരു തോരൻ പോലെ ഉണ്ടാക്കാൻ പോകുന്നു. അതിനോട് ഒന്നും അത് മാത്രമായിട്ട് ബിരിയാണി ആയിട്ട് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു തോരൻ പോലെ ഉണ്ടാക്കാൻ പോകുന്നു. ഇതെന്താ ഇങ്ങനെ കട്ട് ചെയ്തത്? നീ എന്നെ കട്ട് ചെയ്തത്? ഞാൻ എല്ലാം സ്മൂത്ത കട്ട് ചെയ്ത് വെച്ചത്. എന്തോന്ന് ഇതെന്തോന്ന് ഗൈസ് ഇതൊക്കെ? ഇതെന്തോന്നാണ്? ഒരു പണി ഏൽപ്പിച്ച ഇതായിരിക്കും കിട്ടണം എനിക്ക്.
ബിരിയാണി ഏകദേശമായി. ബിരിയാണി ഏകദേശം ആയിട്ടുണ്ട്. ബിരിയാണി അല്ല, കുസ്ക. കുസ്ക നമ്മളിപ്പോൾ 20 മിനിറ്റോടെ ദമ്മിട്ടുണ്ട്. ഇപ്പോൾ എടുക്കാം. ഈ കറി ഞാനാണോ ഉണ്ടാക്കിയത്? ടേസ്റ്റ് ചെയ്തിട്ട് പറയണം. ഓക്കെ, കഴിക്കാൻ മുന്നു. വേറെ ലെവല്, സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. ശക്തമായ ഉപ്പ് ചായപ്പൊടി ഉപ്പിട്ട കണക്കൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെ ഇട്ട ഒരു കണക്ക് എനിക്ക് അറിയില്ല. എന്തോ ഇട്ട് പക്ഷെ വേറെ ലെവല്, സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ വൈഫ് ഉണ്ടാക്കിയാണ്. എന്റെ വൈഫ് ഉണ്ടാക്കിയാണ് സോയ ചങ്ക്സ്. ആലോചിച്ചൊരു കറി ജ്യൂസ് ആയിട്ട് ഉണ്ടാക്കാം. ഞാൻ തോരനല്ലേ ചേർത്ത് പറഞ്ഞു. തോരാൻ ആക്കാം വിചാരിച്ചു. പക്ഷെ ബിരിയാണി ഒരു ജ്യൂസ് കരി പോലെ ഒന്നും ഇല്ലാതെ കഴിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണ് അവള് കരി പോലെ ഉണ്ടാക്കി. കൊള്ളാം കേട്ടോ, സെറ്റായിട്ടുണ്ടോ. തോരൻ പോലെ ഉണ്ടാക്കിയ പിന്നെ ഒരിക്കലും നമുക്ക് കാണില്ല. പുളിയായിട്ട് ഉണ്ടാക്കും എൻ്റെ വൈഫ്. ആ പിന്നെ ഇത് കൊള്ളാം. കൊള്ളാം കേട്ടോ, ജ്യൂസ് ആയിട്ട് കരി പോലെ ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല സുഖമുണ്ട്. ഇത് ചിക്കൻ ഇല്ല, ഇതില് ചിക്കൻ ഇല്ല. ഓ, ഇതില് ചിക്കൻ ഇല്ല. ചിക്കൻ ഇട്ടെങ്കിൽ ചെന്നൈ ബിരിയാണി പറയൂല, അതാണ് കാര്യം. ഇത് പുസ്കയാണ്. അപ്പൊ ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് പുസ്കയായി. ചിക്കൻ വെച്ചിട്ട് സെറ്റാണ്. ഈ ചിക്കൻ ഇടുന്നെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഈ തൈര് എല്ലാം മസാല ഒക്കെ ഇടൂല്ലോ. അരി ഇടുന്ന മുമ്പ് ചിക്കൻ ഇട്ടോ. അരി ഈ റൈസ് ഇടുന്ന മുമ്പ് ചിക്കൻ ഇട്ട് ഒരു 5 മിനിറ്റ് വേവിച്ച ശേഷം മാത്രം ഈ അരി ഇടാവും. എന്നിട്ട് അമ്പ് പിടിച്ചാൽ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് തരിക. താങ്ക് യു.